ഹലോ ഗൈസ്, +2 കഴിഞ്ഞ് നിങ്ങൾക്ക് 12 to 15 ലക്ഷം മന്ത്ലി സാലറിയിൽ ഒരു ജോലിയെപ്പറ്റി നിങ്ങൾക്കറിയണം. ഫ്രീ ട്രാവലിംഗ്, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, എന്തിനുപരി പറയുന്നു ഇൻ്റർനെറ്റ് വരെ ഫ്രീ കിട്ടുന്ന ഒരു ജോലിയെപ്പറ്റി നിങ്ങൾക്കറിയണം. വാ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മെർച്ചൻ്റ് നേവിയാണ്. മെർച്ചൻ്റ് നേവിയിൽ +2 കഴിഞ്ഞ് നിങ്ങൾക്കും 15 ലക്ഷം രൂപ സാലറിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഫുള്ള് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 5 സെക്ഷനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മെർച്ചൻ്റ് നേവി. കാരണം നമ്മൾ ഒന്നും അറിയാണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയാണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ജോബ് എന്നൊക്കെ അറിയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മെർച്ചൻ്റ് നേവി എന്നായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ജോലി ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് കയറുന്ന ഒരാൾക്ക് എന്തെല്ലാമായിരിക്കും ജോലി ഉണ്ടായിരിക്കുക. മൂന്നാമതായിട്ട് പറയാൻ പോകുന്നതെന്ന് പറയുകയെന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രൊമോഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ എക്സ്പീരിയൻസിൽ നമുക്ക് ഓരോ പ്രൊമോഷൻസ് കിട്ടും. അപ്പോൾ ആ പ്രൊമോഷൻസ് എല്ലാം എന്തൊക്കെയായിരിക്കും എന്നായിരിക്കും. നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഓരോ പ്രൊമോഷനിലും നിങ്ങളുടെ സാലറി എത്രത്തോളം ഡിഫറൻഷ്യേറ്റ് ആവും, എത്രത്തോളം വേരി ചെയ്യും, എത്രത്തോളം ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് പറയാൻ പറ്റുന്ന ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിൽ +2 കഴിഞ്ഞ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എന്താണ് മെർച്ചൻ്റ് നേവി എന്നുള്ളതാണ്. മെർച്ചൻ്റ് നേവി എന്ന് പറയാൻ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കരമാർഗം ഒരു ഗൂഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് കാറോ ബസ്സോ ലോറിയോ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. ഇനി നമ്മൾ എയർവേ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കടൽ മാർഗം യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഷിപ്പായിരിക്കും. അപ്പോൾ കടൽ മാർഗമുള്ള ഗൂഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഷിപ്പ് യൂസ് ചെയ്യും. അതിൽ വർക്ക് ചെയ്യുന്ന ജോലിനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജോലി വരിക കപ്പലിലായിരിക്കും. കപ്പലിൽ ജോലി എന്ന് പറയുക വെച്ചാൽ കപ്പൽ റിലേറ്റഡ് വർക്കുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കുക. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് മെർച്ചൻ്റ് നേവി എന്ന് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ മെർച്ചൻ്റ് എന്നുള്ളത് ഒഴിവാക്കിയ നേവി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഡിഫൻസ് ജോബുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നതാണ്. കരമാർഗം മാത്രമല്ല കടൽ മാർഗമുള്ള യുദ്ധങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഫൻസ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയിലുള്ള ഒരു അംഗമായിട്ടായിരിക്കില്ല. ഇത് തീർച്ചയായും ഫുള്ളി ഒരു പ്രൈവറ്റൈസ് ആയ ഒരു ജോബായിരിക്കും. ഏതെങ്കിലും ഒരു പ്രൈവറ്റൈസ്ഡ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഷിപ്പിലായിരിക്കും നിങ്ങളുടെ ജോലി ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് ഡിഫെൻസീവായിട്ടുള്ള നമ്മളുടെ ഗണ്ണ് യൂസ് ചെയ്തിട്ടുള്ള ഫയറിംഗ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജോബ് വരിക. അപ്പോൾ അതാണ് ഇതിലൊരു മെയിൻ തിങ് എന്ന് പറയുന്നത്. പലരും നേവിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണ് വിചാരിക്കുക, നമുക്ക് അങ്ങനെയുള്ള ജോലി ആയിരിക്കില്ല. +2 കഴിഞ്ഞ് കയറുന്ന നിങ്ങൾക്ക് എന്ന് പറയുന്നത് പ്യൂർലി ഓഫീസ് വർക്ക് ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ, വാട്ട് വിൽ ബി യുവർ ജോബ്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് കയറുന്ന ഒരാളെന്ന് പറയുന്നത് അവിടെ ഓഫീസ് വർക്ക് ആയിരിക്കും. ഡെക്ക് ഓഫീസറായിട്ടായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് അവിടുത്തെ നാവിഗേഷൻ പ്ലസ് ഓഫീസ് ജോബായിരിക്കും. നാവിഗേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കടൽ മാർഗം കപ്പലിനെ നാവിഗേറ്റ് ചെയ്തിട്ട് ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഇപ്പോൾ ഡ്രൈവിങ് കാർ എന്ന് പറയുന്ന മാതിരി ഒരു കാർ നമ്മൾ റോഡിലൂടെ ഓടിച്ചു പോകുന്ന പോലെ കപ്പൽ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് എയറിലൂടെ നമ്മൾ ഓടിച്ചു പോകുന്ന പോലെ തന്നെ കപ്പൽ വെള്ളത്തിലൂടെ ഓടിച്ചു പോകുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുന്നതാണ് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നാവിഗേഷൻ ആയിരിക്കും മെയിൻലി പ്ലസ് ഓഫീസ് വർക്ക്. നമ്മൾ ഏകദേശം ഒരു ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് പോലെ ആയിരിക്കും. അത് പോർട്ടും ഷിപ്പുമായിട്ടുള്ള കോൺടാക്റ്റ് അത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുന്നതും ചെയ്യേണ്ടതും ഇവർ തന്നെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അവരുടെ മെയിൻ ജോബ്. അതായത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് കയറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ജോബ് വരുന്നത് നാവിഗേഷൻ പ്ലസ് ഓഫീസ് വർക്ക് ആയിരിക്കും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഡെക്ക് കേഡറ്റ് എന്നുള്ളൊരു റാങ്കിലായിരിക്കും. ഡെക്ക് കേഡറ്റ് എന്നുള്ളൊരു റാങ്കിൽ നിങ്ങൾ ഏകദേശം 18 മാസം ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ 18 മാസം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാക്സിമം 6 to 7 months ആയിരിക്കും അവർ കോൺട്രാക്ട്സ് തരിക. അപ്പോൾ കോൺട്രാക്ട് തരുന്ന 7 months കോൺട്രാക്റ്റ് കിട്ടിയ ഒരാൾ
7 മന്ത് കഴിഞ്ഞിട്ട് അവർ സൈൻ ഓഫ് തരും. അപ്പോൾ നമ്മൾ കപ്പലിൽ നിന്ന് നാട്ടിലേക്ക് വരും. ഏകദേശം 5 to 6 മന്ത് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ എഗെയിൻ നമ്മൾ ജോയിൻ ചെയ്യണം, എഗെയിൻ 6 മന്ത് കംപ്ലീറ്റ് ചെയ്യണം, എഗെയിൻ നാട്ടിൽ കയറണം, ദെൻ എഗെയിൻ ജോയിൻ ചെയ്യണം 6 മന്ത്. സോ അങ്ങനെ ഒരു ഫസ്റ്റ് 6 മന്ത്, പിന്നൊരു 6 മന്ത്, പിന്നൊരു 6 മന്ത്, അങ്ങനെ 18 മന്ത്സ് നമ്മൾ സീ ടൈം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡെക്ക് കാഡറ്റ് എന്നുള്ളൊരു റാങ്കിൽ നിങ്ങൾ 18 മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് തേർഡ് ഓഫീസർ എന്നുള്ളൊരു റാങ്കിലായിരിക്കും. അപ്പോൾ ഈ തേർഡ് ഓഫീസറായിട്ട് ഡെക്ക് കാഡറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാം ഉണ്ടായിരിക്കും. ക്ലാസ് 2 ടിക്കറ്റ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് തേർഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ തേർഡ് ഓഫീസറായ സമയത്ത് തേർഡ് ഓഫീസറിനായിട്ടുള്ള സെപ്പറേറ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഷിപ്പിൽ. ദെൻ തേർഡ് ഓഫീസറിന് സെക്കൻഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് പ്രൊമോട്ട് ആവും. അതിന് 12 to 18 മന്ത്സ് എക്സ്പീരിയൻസ് വേണം. സോ അതിനിടയിൽ എക്സാം ഒന്നും വരില്ല. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ദെൻ സെക്കൻഡ് ഓഫീസറിന് ചീഫ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് എക്സാം ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പറ്റും. ഇനി ചീഫ് ഓഫീസറിന് ക്യാപ്റ്റൻ ആകാൻ വേണ്ടി പറ്റും. അതിന് വേറെ എക്സാം ഉണ്ടായിരിക്കും. പ്ലസ് കമ്പനി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്റ്റൻ ആയിട്ട് ജോലി ചെയ്യാം. ക്യാപ്റ്റൻ ഉണ്ടാകും. ഫോർത്ത് എന്ന് പറയുന്നത് മർച്ചൻ്റ് നേവി എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സാലറി. എല്ലാവരും മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യുന്നത് സാലറി കണ്ടിട്ടാണ്. എല്ലാവർക്കും വേണ്ടതും സാലറി. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതും സാലറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് +2 കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക ഡെക്ക് കാഡറ്റ് എന്നുള്ളൊരു റാങ്കിലായിരിക്കും. അപ്പോൾ ഡെക്ക് കാഡറ്റ് എന്നുള്ള റാങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50,000 മുതൽ 60,000 രൂപയായിരിക്കും നിങ്ങളുടെ സാലറി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 50,000 മുതൽ 60,000 എന്ന് പറയുന്നത് അവർ USDയിലായിരിക്കും. USD ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡോളർ റേറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഏകദേശം ഒരു റേഞ്ച് 50,000 to 60,000 എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ സാലറി വരിക. അപ്പോൾ 18 മന്ത്സ് നിങ്ങളുടെ സാലറി ഇത് തന്നെ ആയിരിക്കും. 18 മന്ത്സിന് ശേഷം നിങ്ങൾ എക്സാം എഴുതി തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് അയക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് വരുന്ന സാലറി എന്ന് പറയുന്നത് 2 to 2.5 lakh ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിൽ. ദെൻ തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിങ്ങൾ 18 മന്ത്സ് കംപ്ലീറ്റ് ആക്കി അല്ലെങ്കിൽ 12 മന്ത്സ് കംപ്ലീറ്റ് ആക്കി കമ്പനി നിങ്ങളെ പ്രൊമോട്ട് ചെയ്തു. നിങ്ങൾ സെക്കൻഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാലറി ഏകദേശം 3 to 4 lakh ആയിരിക്കും. ദെൻ സെക്കൻഡ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തു, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി, കമ്പനി പ്രൊമോട്ട് ചെയ്തു, നിങ്ങൾ എക്സാം എഴുതി ചീഫ് ഓഫീസർ ആയി എന്നുണ്ടെങ്കിൽ ചീഫ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാലറി പറയുന്നത് 5 to 6 lakh ആയിരിക്കും. ദെൻ ചീഫ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിന്ന് കമ്പനി പ്രൊമോട്ട് ചെയ്തു. ദെൻ നിങ്ങൾ ക്യാപ്റ്റൻ എന്നുള്ള റാങ്കിലേക്ക് അയക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 9 to 10 lakh ആയിരിക്കും. അതും ഇത് ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ സാലറിയാണ്. ഇപ്പോൾ മർച്ചൻ്റ് നേവിയിൽ തന്നെ പല തരത്തിലുള്ള ഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ സാലറി ഞാൻ പറയുന്നത്, ഇനി അത് നമ്മൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ബൾക്ക് കാരിയർ എന്നുള്ള ഒരു ഷിപ്പിലുള്ള സാലറിയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതും ബൾക്ക് കാരിയറിലാണ്. ബൾക്ക് കാരിയറിലുള്ള സാലറിയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു പെട്രോളിയം ടൈപ്പ് ടാങ്കർ ഷിപ്പിലാണ്, അല്ലെങ്കിൽ ഗ്യാസ് ക്യാരി ചെയ്യുന്ന ഗ്യാസ് കാരിയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി വരെ ഏകദേശം 13 to 15 lakh ആയിരിക്കും ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത്. കോളേജുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ടോപ്പ് എന്ന് പറയുന്നത് ആംഗ്ലോ ഈസ്റ്റേൺ മാരിടൈം അക്കാദമി എന്ന് പറയുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ തൊളാനി മാരിടൈം അക്കാദമി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇവരൊക്കെ സ്പോൺസർഷിപ്പ് തരുന്ന കോളേജുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം DNSന് വരുന്നത് 12 to 15 ലക്ഷം വരെയാണ്. അത് ഓരോ കോളേജിനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു ഏകദേശം ഒരു റേഞ്ച് എന്ന് പറയുന്നത് 12 ലക്ഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ 12 ലക്ഷം കൊടുത്ത് നിങ്ങൾ ഒരു വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എന്താ പറയുക, ആരാണ് സ്പോൺസർഷിപ്പ് തന്നെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അവരുടെ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക കാഡറ്റ് എന്നുള്ളൊരു റാങ്കിലായിരിക്കും, ഡെക്ക് കാഡറ്റ് എന്നുള്ളൊരു റാങ്കിലായിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട്, അതായത് 18 മന്ത്സ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് മാറാൻ വേണ്ടി പറ്റും. തേർഡ് ഓഫീസർ എന്നുള്ള റാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് മാറാം. സെക്കൻഡ് ഓഫീസറിന് ചീഫ് ഓഫീസറിന് ക്യാപ്റ്റൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടായിരിക്കുക. ഏകദേശം ഏറ്റവും കുറഞ്ഞത്
ബൾക്ക് കാരിയറിലാണ്. ബൾക്ക് കാരിയറിൽ മിനിമം സാലറി എന്ന് പറയുന്നത് ക്യാപ്റ്റന് 9 to 10 lakh ആയിരിക്കും. ഇനി 5th വൺ, നിങ്ങൾക്ക് ഇതെല്ലാം ഓക്കെയാണ്, ഇതെല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 2 കോഴ്സുകളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് DNS എന്ന് പറഞ്ഞൊരു കോഴ്സാണ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് BSc നോട്ടിക്കൽ സയൻസ്. അപ്പോൾ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് 1 വർഷത്തെ കോഴ്സും BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സുമാണ്. അപ്പോൾ ഇതെങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് BSc നോട്ടിക്കൽ സയൻസ് എടുക്കാം. അപ്പോൾ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ BSc ബാച്ചിലർ ഓഫ് സയൻസ് 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കയറുന്ന ഒരാൾക്ക് കയ്യിലൊരു ഡിഗ്രിയോടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിപ്ലോമ എടുക്കുന്ന ഒരാളെന്ന് പറയുന്നത്, ഡിപ്ലോമ എന്ന് പറയുന്നത് 1 വർഷത്തെ കോഴ്സാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻ കേസ് ഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും നോക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡിഗ്രി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കില്ല DNS എടുക്കുക എന്നുണ്ടെങ്കിൽ. എന്നാൽ BSc നോട്ടിക്കൽ സയൻസ് എടുക്കുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത് കയ്യിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കും, ഡിഗ്രിയോടുക്കനെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നാട്ടിൽ എന്തെങ്കിലും നോക്കുന്ന ഒരാൾക്ക് ആ സമയത്ത് കയ്യിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ്, DNS എന്ന് പറയുന്നത് 1 വർഷത്തെ കോഴ്സാണ്. പ്ലസ് ഈ 3 സെയിൽ, അതായത് 3 കോൺട്രാക്റ്റ് നിങ്ങൾ ഡെക്കാഡറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ടാവും നിങ്ങൾ 3rd ഓഫീസറായിട്ട് എക്സാം എഴുതി പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ BSc നോട്ടിക്കൽ സയൻസോ അല്ലെങ്കിൽ DNSോ ഏതാ വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത് DNS ആയിരിക്കും. അതല്ല ഇതിൻ്റെ തിയറിറ്റിക്കലെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കലെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് കൂടുതൽ പഠിച്ചിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചൂസ് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സ്പോൺസർഷിപ്പ് എക്സാം ക്ലിയർ ആയിട്ടുണ്ടാകണം. ഇനി എന്താണ് സ്പോൺസർഷിപ്പ് എക്സാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞു, DNS എന്നുള്ളത് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളെ, ഇപ്പോൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ജോയിൻ ചെയ്യണം. പക്ഷേ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചതിന് ശേഷം ജോലി കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ കമ്പനിയിൽ ജോലി കിട്ടിയതിന് ശേഷം പഠിക്കുന്ന ആ ഒരു ഇതിന് പറയുന്നതാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കമ്പനി നമ്മളെ ജോബിന് മുന്നേ തന്നെ എടുക്കും. എന്നിട്ട് കമ്പനി പറയും നിങ്ങൾ പോയിട്ട് DNS പഠിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചിട്ട് പോകാമെന്ന് പറയും. അതിനൊരു ലെറ്റർ തരും. അപ്പോൾ അവർ കൺഫേം തരും, നമ്മളെ 100% ആയിട്ട് അവരുടെ കമ്പനിയിൽ അവർ ജോയിൻ ചെയ്യിപ്പിക്കാം എന്ന് പറയും. അപ്പോൾ അതിന് എക്സാം ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സ്പോൺസർഷിപ്പ് ലെറ്റർ തരും. ഈ സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, DNSോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസോ പഠിക്കാം. അപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോളേജ് ചൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ DNS ഉള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഷിപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് തരുന്ന മെയിൻ കോളേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗ്ലോ ഈസ്റ്റേൺ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആംഗ്ലോ ഈസ്റ്റേണിലാണ്. ആംഗ്ലോ ഈസ്റ്റേൺ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ തരും. അപ്പോൾ നിങ്ങൾക്ക് സ്പോൺസേഡ് ആയിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പറയുന്നത് ഗ്രേറ്റ് ഈസ്റ്റേൺ ആണ്. ഗ്രേറ്റ് ഈസ്റ്റേൺ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ തരും. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവരുടെ തന്നെ ഷിപ്പിംഗ് കമ്പനികളിൽ അവർ സ്പോൺസേഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ട് നിങ്ങളെ ജോലിയിലേക്ക് എടുക്കും. അപ്പോൾ അതങ്ങനെയാണ് സ്പോൺസർഷിപ്പിൻ്റെ കാര്യം. ഇപ്പോൾ നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്തു. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോലി നോക്കുന്ന ഒരാളാണോ, +2 കഴിഞ്ഞിട്ട് നല്ലൊരു സാലറി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനായിരിക്കും മെർച്ചൻ്റ് നേവി എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ 6 മാസം കടലിൽ തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ +2 കഴിഞ്ഞു ഈ കോഴ്സ് പഠിച്ചു ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ, അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതലുള്ള ട്രാവൽ എക്സ്പെൻസ് മുതൽ ഫ്ലൈറ്റ് ടിക്കറ്റ് പ്ലസ് ഷിപ്പിലെത്തിയതിന് ശേഷം നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ ഫീ, ഇൻ്റർനെറ്റ് ചാർജ് എല്ലാം അവർ തന്നെയാണ് നിങ്ങൾക്ക് പേ ചെയ്യുക. നിങ്ങളൊന്നും നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് നിങ്ങൾക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് നമ്മുടെ കമ്പനി തന്നെയാണ്, നമ്മുടെ ഫുൾ എക്സ്പെൻസ് എടുക്കുന്നത് നമ്മുടെ കമ്പനി തന്നെ ആയിരിക്കും. നമുക്ക് കയ്യിൽ നിന്ന് വേറൊരു എമൗണ്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല.
അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ കപ്പൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗൂഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കപ്പൽ. മിക്ക കപ്പലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു കപ്പലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ വിസയും കമ്പനി എടുത്ത് തരും. അപ്പം നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് ആ രാജ്യത്ത് പോയിട്ട് ആ രാജ്യം ഫ്രീ ഓഫ് കോസ്റ്റിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പല കമ്പനികളും അവരുടെ ഓണറിനെ നമുക്ക് ടാക്സി ഫെയർ, അതായത് നമ്മൾ പോർട്ടിലെത്തുന്ന സമയത്ത് അവിടെ ടാക്സി വരും, നമ്മൾ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകണം അവർ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ കൊണ്ടാക്കും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനിയിലാണ്. അപ്പോൾ ആ കമ്പനിയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ടിൽ നിന്ന് ഒരു ടാക്സി വരും. ആ ടാക്സിയിൽ നമ്മൾ കയറിയിരിക്കുക, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതൊക്കെ സ്ഥലം നമുക്ക് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെയൊക്കെ കൊണ്ടാക്കി തരും. എപ്പോൾ നമുക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ടാക്സി നമ്മളെ വന്ന് പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മളെ ഷിപ്പിലാക്കി തരും. നമുക്കതിന് വേറെ ചാർജ് സംഭവങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു കരിയർ സെറ്റിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.